ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് സൺഡേ വൈകിട്ട് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചലഞ്ചിങ് വീഡിയോയുടെ നിബന്ധനകൾ നമ്മുടെ സെക്രട്ടറി വിശദീകരിച്ചു. എന്താണ്, എങ്ങനെയാണ്? നമ്മളൊരു ടങ് ട്വിസ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത് ചലഞ്ചായിട്ട്. ഒരു ടങ് ട്വിസ്റ്റർ പറയും, അത് 3 വട്ടം പെട്ടെന്ന് പറയണം. അത് പറഞ്ഞിട്ട് ശരിയാണെങ്കിൽ ഓക്കെ, തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 4 സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്: വേപ്പില, പച്ചമുളക്, പുളി, സോസ്. അതിൽ ഓരോന്നിന്റെ പേരും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം അതിലേതാന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അത് കഴിക്കണം. അതാണ് ഗെയിം. അപ്പം നമ്മള് ഏത് വേർഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആരാ വിശദീകരിക്കുക? റെഡ് ലോറി, ബ്ലൂ ലോറി, ഇത് 3 വട്ടം സ്പീഡിൽ പറയണം. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോവാല്ലേ? ഗെയിമിൽ പോവാം. ഇനി സ്മിത ലിജിമോക്ക് ചലഞ്ച് കൊടുക്കട്ടെ. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെന്നെങ്കിലും ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ തന്നെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, രഞ്ജു സ്റ്റാർട്ട് ചെയ്യാം. രഞ്ജു ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? ഞാൻ അന്നമോൾക്ക്. അന്നമോൾക്ക്. ഓക്കെ, പറയും എന്താണ് കൊടുക്കാൻ പോകുന്നത്? റെഡ് ലോറി, ബ്ലൂ ലോറി. അത് സ്പീഡിൽ 3 വട്ടം പറഞ്ഞ അന്നമോളെ. റെഡ് ലോറി, ബ്ലൂ ലോറി, റെഡ് ലോറി, ബ്ലൂ ലോറി. ഓക്കെ, അന്നമോള്. അപ്പൊ എന്താണ് അന്നമോള്? നമുക്ക് നോക്കാം. ഇനി കാണിച്ചേ. ചവച്ച് തിന്നണേ അറിഞ്ഞോ? ഏറ്റവും ചെറുതോക്കി എടുത്തു കേട്ടോ എന്റെ മോള്. ഓക്കെ, സൂപ്പർ. വെള്ളം ഇല്ല, ഇട്ടില്ല. എന്ത് ചെയ്യാനോ? അപ്പൊ അന്നമോൾ അതേ മരുന്നിൽ അടുത്ത ആൾക്ക് തിരിച്ചടി കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? ചേച്ചി. ഓക്കെ, എന്താണ്? പത്തനാപുരത്തെ പച്ചമരത്തിൽ 10 പച്ച പനന്തത്തകൾ ഒത്തു ചത്തു കുത്തിയിരുന്നു. ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞോ? പറയ്, പെട്ടെന്ന് പറയ്. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. പത്തനാപുരത്തെ പച്ചമരത്തിൽ 10 പച്ച പനന്തത്തകൾ ഒത്തു ചത്തു കുത്തിയിരുന്നു. വളരെ ചെറിയ ഒരു വാർഡല്ലേ? പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ഒത്തു പനം പച്ചയില് പച്ച. ഓക്കെ, ഓക്കെ. എന്ത് സാധനം? കണ്ണടച്ച് സോസടേ സോസ്. അയ്യോ, എടുത്തോ അതോടുകൂടി. ആ സ്പൂണോടെ ഇട്. ഓ പോന്ന സോസൊക്കെ. അടുത്ത പണി നമ്മളെ സെക്രട്ടറിക്ക് കൊടു. ടിഷ്യൂ കൊടുക്ക. ടിഷ്യൂ വേണോ? അത് പിന്നെ തരാം. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. പറയണോ ഒന്നുകൂടെ? സ്പീഡിലായിരിക്കണേ 3 വട്ടം. ഇതാര് തയ്ച്ച സഞ്ചി? നല്ലൊരു പീസ് എടുക്കണേ. എന്തുവാ പുളി? മതിയോ? കാണേണ്ടത് പിന്നെ വേപ്പല തിന്നാണ് സംഭവിച്ചു കൊടുക്കട്ടെ. പണ്ട് നമ്മൾ എത്ര പുളിമുട്ടായി അതേ. അടുത്ത പണി ആർക്കാ കൊടുക്കുന്നത്? പറയട്ടാ. കളകളം ഒഴുകുമ്പോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. വേപ്പിലേക്ക് തിന്നണ കളകളം ഒഴുകുമോ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. അല്ല, ഇത് നോക്കുന്ന ശ്രമിക്കുന്നതാണ്.
കളകളം ഒഴുകുന്ന അരുവിയിൽ ഒരു ഓ ഇനി എവിടെ നമ്പർ 4 പച്ചമുളക് പകുതി അല്ല തിന്നിറങ്ങണം, പകുതി മതി, പകുതി കഴിക്കാൻ പറ്റും, തിന്നെ ഉള്ളത് കടിച്ചിറങ്ങണം. അവരുടെ ഫാൻസ് ഒക്കെ അല്ലെങ്കിൽ അവരെ കുറ്റം പറയും. ഈ ഒരു കാര്യം ചെയ്യ്. വെള്ളം കിട്ടാത്തതാണ് ഇത്. നീ ഒരു കാര്യം ചെയ്യ്, അതേ വൈരാഗ്യത്തില്ല നമ്മളെ പ്രസിഡന്റിന് പണി കൊടുക്കും. ഇനി പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. മുറ്റിയ മുളകായിരുന്നു തോന്നുന്നു. പച്ചമുളക് പഞ്ചാര കലർത്തോ എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. അപ്പം രാജേഷിന് ഒരു മിനിറ്റ് സമയം നമ്മൾ കൊടുത്ത് ബ്രേക്ക് കൊടുത്തായിരുന്നു. കാര്യം കുളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവൻ കാണിക്കാനുള്ളത് കാണിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മുളക്? പാണ്ടിമുളകാണോ? നിന്റെ ആരാധകർ ഇനി എന്ത് ചെയ്യൂടായത്? ഒരു കാര്യം ചെയ്യുമ്പോ ഇതേ രീതിയിൽ ആ പ്രസിഡന്റിന് ഒരു പണിയും കൊടുക്കും. അതിലങ്ങ് ആശ്വസിക്കാം. വടിയെടുത്ത് പുളി അടിച്ചു. നീ പറയുമ്പോഴേ തെറ്റാതെ. ഓക്കെ. വടിയെടുത്ത് പുളി അടിച്ചു, പുളിയെടുത്ത് വടി അടിച്ചു. വീട്ടിലങ്ങ് പറഞ്ഞോ, മനസ്സിലായല്ലോ കാര്യം. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു. പച്ചമുളക് രാജേഷിന് ഒരുപാട് ഫാൻസ് ഉണ്ടായതുകൊണ്ടാവും പകുതി എടുത്ത് കടിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ക്ഷീണിച്ചവശനായ രാജേഷും സെക്രട്ടറിയും എല്ലാരും ഉണ്ട്. ഇത് രക്ഷപ്പെട്ടു നിന്ന സ്മിത മാത്രമേ ഉള്ളൂ. അന്നമ്മളുടെ കൈപ്പൊക്കെ മാറിയാ ഏരിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരാൻ പറ്റത്തില്ല. കാര്യം ആരും വിജയിച്ചില്ല. നാക്കൊക്കെ വടിച്ചിട്ട് വേണം അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും വരാം. ഓക്കെ.